എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന +2 ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ ആണ്. അപ്പം അത് ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെർനിയർ കാലിപ്പേഴ്സ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കറിയാം 2 എക്സ്പെരിമെന്റ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ചെയ്യാനുള്ളത്. അപ്പൊ +1 ഉണ്ടാവും, +2 ഉണ്ടാവും. +1 ഉള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് വെർനിയർ കാലിപ്പേഴ്സ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഈസി ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. സാധാരണയായിട്ട് മിക്ക സ്കൂളുകളിലും വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളത് വോളിയം കണ്ടുപിടിക്കാനുള്ളത് ബ്ലോക്കിന്റെ വോളിയം ഉണ്ട്, അതുപോലെ തന്നെ സിലിണ്ടർ അല്ലെങ്കിൽ സ്പിയർ, ഇത് മൂന്നെണ്ണം മിക്ക സ്കൂളുകളിലും ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇത് മൂന്നെണ്ണം ഒക്കെ ഉള്ളൂ സാധാരണയായിട്ട് എല്ലായിടത്തും ചോദിച്ചു കാണുന്നു. അപ്പം ഇതെന്തായാലും ഇത് മൂന്നെണ്ണത്തിന്റെ വോളിയം കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ എക്സ്പെരിമെന്റ് ആയിട്ട് നോക്കാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോ ഇന്ന് നോക്കുന്നത് സിലിണ്ടറിന്റെ കേട്ടോ. സിലിണ്ടറിന്റെ എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം വെർനിയർ കാലിപ്പേഴ്സ് എല്ലാവർക്കും അറിയാം അല്ലെ, ഇതാണ് വെർനിയർ കാലിപ്പേഴ്സ്. ഇതിന് ഒരു എന്താണ് മെയിൻ സ്കെയിലും ഉണ്ട്, അതുപോലെ തന്നെ വെർനിയർ സ്കെയിലും ഉണ്ട്. നമുക്ക് അറിയാം മെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ, ഇതാണ് മെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുറച്ച് ഡിവിഷൻസ് ഉണ്ടാവും. അപ്പം അതാണ് വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വയ്ക്കുക. മെയിൻ സ്കെയിൽ സെന്റിമീറ്ററിലാണ് കേട്ടോ. ഇത് വെർനിയർ കാലിപ്പേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർത്തോണം, സെന്റിമീറ്ററിലാണ് അതിലെ റീഡിങ് ഉണ്ടാകുന്നത്. നമ്മൾ എപ്പോഴും അതിനെ കൺവേർട്ട് ചെയ്ത് മീറ്ററിലേക്ക് എഴുതുവാണ് വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, സെന്റിമീറ്റർ ആണെന്നുള്ളതാണ് കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ എക്സ്പെരിമെന്റ് തരും അല്ലെ, എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ തരും. ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ അതേപടി നിങ്ങൾ അങ്ങ് എടുത്തെഴുതുക. അതാണ് നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എയിം എന്ന് എഴുതുക. ഏതാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് അതേപടി എടുത്തെഴുതുക. ഞാനിപ്പോൾ 3 എഴുതിയിരിക്കുന്നതിന്റെ കാര്യം വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ച് 3 സാറിന് ചോദിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് എഴുതിയെന്നുള്ളൂ കേട്ടോ. അപ്പം ഏതാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് അതേപടി എഴുതുക കേട്ടോ. ടു ഡിറ്റർമൈൻ ദ വോളിയം ഓഫ് എ ഗിവൺ സിലിണ്ടർ, സിലിണ്ടറിന്റെ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നെങ്കിൽ അത് എഴുതുക. അല്ലെങ്കിൽ എന്താണ്, ടു ഡിറ്റർമൈൻ ദ വോളിയം ഓഫ് എ ഗിവൺ റെക്ടാങ്കുലർ ബ്ലോക്ക് ബൈ മെഷറിംഗ് ദ ഡയമെൻഷൻസ്, അതാണ് ചോദിച്ചെങ്കിൽ അത് എഴുതുക. അതുപോലെ തന്നെ ടു ഡിറ്റർമൈൻ ദ വോളിയം ഓഫ് എ ഗിവൺ സ്പിയർ, ഏതാണോ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ഏതാണോ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് അത് അതേപടി അങ്ങ് എടുത്തെഴുതിയേക്കുക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പാരറ്റസ്, പ്രൊസീജിയർ, അതൊക്കെ എഴുതണമെന്നുള്ളത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വരുന്ന എക്സ്റ്റേണൽ എക്സാമിനേഴ്സ് പറയും എന്തൊക്കെ എഴുതിയാൽ മതി എന്നുള്ളത്. നിങ്ങൾക്ക് ആദ്യമേ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും കേട്ടോ. അപ്പൊ അതനുസരിച്ച് ചെയ്തോളൂ. ഒരിക്കലും പ്രൊസീജിയർ ഒന്നും എഴുതാൻ പറയാറില്ല. എയിമും അതുപോലെ തന്നെ അടുത്തത് നോക്കാനുള്ള പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക. നമ്മൾ ഏത് എക്സ്പെരിമെന്റ് ആണോ ചെയ്യുന്നത് ആ എക്സ്പെരിമെന്റിന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തിയറി നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പം ഈ വെർനിയറും സ്ക്രൂ ഗേജും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ലീസ്റ്റ് കൗണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വൈവ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും അറിയാമല്ലോ. അപ്പൊ അതിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് വൈവ ക്വസ്റ്റ്യൻ. അപ്പം പ്രിൻസിപ്പിളിൽ ആ ലീസ്റ്റ് കൗണ്ടും കൂടെ എന്താണെന്ന് മെൻഷൻ ചെയ്തേക്കും കേട്ടോ. ചില എക്സാമിനേഴ്സ് പറയും കേട്ടോ, കൃത്യമായിട്ട് തന്നെ പറയും ഇന്ന കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കണം എന്ന് പറയും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ വരുന്ന എക്സാമിനേഴ്സ് പറയുന്നതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് നോക്കാം. ദ ലീസ്റ്റ് മെഷർമെന്റ് വിച്ച് ക്യാൻ ബി ഒബ്റ്റൈൻഡ് അക്യുറേറ്റ്ലി ബൈ ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് നോൺ ആസ് എ ലീസ്റ്റ് കൗണ്ട്. അതൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. എഴുതാൻ പറയുവാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ കൂടിയും അതൊന്ന് എഴുതി വെച്ചേക്കും കേട്ടോ പ്രിൻസിപ്പലിൻ്റെ അകത്ത് കേട്ടോ. ദ ലീസ്റ്റ് മെഷർമെന്റ് വിച്ച് ക്യാൻ ബി ഒബ്റ്റൈൻഡ് അക്യുറേറ്റ്ലി ബൈ ആൻ ഇൻസ്ട്രുമെന്റ് ഈസ് കോൾഡ് ലീസ്റ്റ് കൗണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കാര്യങ്ങളും കേട്ടോ അതും എഴുതിയിരിക്കണം. അപ്പൊ നോക്കാം. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, magnitude of one main scale division divided by number of divisions on the vernier scale. അതാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് magnitude of one main scale division all divided by number of divisions on the vernier scale. ക്ലിയർ ആയല്ലോ. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇക്വേഷൻ ഇങ്ങനെ എഴുതുക. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ n. n എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ ആണ്. വെർനിയർ സ്കെയിലിലെ ഡിവിഷൻസ് ആണ്. അപ്പൊ ആ ഒരു ഇക്വേഷൻ കേട്ടോ ലീസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇക്വേഷൻ നിങ്ങളൊന്ന് ബോക്സ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇക്വേഷൻസ് എല്ലാം എപ്പോഴും ഒരു ബോക്സിലാക്കി ഇട്ടിരിക്കണം കേട്ടോ. അത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതിനൊക്കെ പ്രത്യേകം മാർക്കുണ്ട്. ഇക്വേഷനൊക്കെ നമ്മളൊരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്ന പ്രിൻസിപ്പിളിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇനി ലീസ്റ്റ് കൗണ്ട് കണ്ടു. ഇനി എങ്ങനെയാണ് ടോട്ടൽ റീഡിങ്, ഇതൊക്കെ നിങ്ങൾ പ്രിൻസിപ്പിളിൽ എഴുതേണ്ടതാണ് കേട്ടോ. ദ മെഷേർഡ് വാല്യൂ യൂസിങ് വെർണിക്കൽ കാലിപ്പേഴ്സ് ഈസ് ഗിവൺ ബൈ ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് MSR പ്ലസ് VSR ഇൻറ്റു LC. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. VSR ഇൻറ്റു LC എന്നാണ് കേട്ടോ. അത്
ഒരു കോമൺ ബ്രാക്കറ്റ് ഇട്ടിരിക്കുക VSR ഇൻറ്റു LC. ബട്ട് അതാണ് ടോട്ടൽ റീഡിങ്. MSR പ്ലസ് VSR ഇൻറ്റു LC. അതൊരു ബോക്സ് ഇട്ടേക്കുക. MSR എന്താണെന്ന് നോട്ടിഫൈ ചെയ്ത് വെച്ചേക്കോട്ടെ. മെയിൻ സ്കെയിൽ റീഡിംഗ് ആണ്. VSR എന്ന് പറഞ്ഞാൽ വെർനിയർ സ്കെയിൽ റീഡിംഗ് ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓരോ ടേംസും എന്താണെന്നുള്ള ഇക്വേഷൻ എഴുതുമ്പോൾ ഇക്വേഷൻ എഴുതുക, അത് ബോക്സിലാക്കുക, then അതിന്റെ ടേംസും ഒന്ന് എഴുതി വെക്കുക. ഇനി നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ വോളിയം ഓഫ് എ സിലിണ്ടർ. ഒരു സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതാണെന്നുണ്ടെങ്കിൽ അത് എഴുതുക. വോളിയം ഓഫ് എ സിലിണ്ടർ, then V is equal to pi r square into L. അതാണ് സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. അതൊന്ന് ബോക്സ് ചെയ്ത് വെച്ചേക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഈ ഇക്വേഷൻ്റെ അകത്തെ ടേംസ് അത് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. എന്താണ് ഓരോ ടേമും റെപ്രസെന്റ് ചെയ്യുന്നത്. R എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റേഡിയസ് ഓഫ് സിലിണ്ടർ. R എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് സിലിണ്ടർ ആണ്. L എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത് ഓഫ് സിലിണ്ടർ. സിലിണ്ടറിന്റെ ലെങ്ത് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ വോളിയം ഓഫ് എ സിലിണ്ടർ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഇക്വേഷൻ എഴുതണം, എന്നിട്ട് അതൊന്ന് ബോക്സിലാക്കുക. പിന്നെ ഓരോ ടേമും എന്താന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക്, ഒരു ബ്ലോക്കിന്റെ ചോദിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അത് ഇതുപോലെ തന്നെ എഴുതുക. വോളിയം V is equal to L into B into T എന്നാണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ബ്ലോക്ക് ആണ്. B എന്ന് വെച്ചാൽ ബ്രെഡ്ത്ത് ഓഫ് ദി ബ്ലോക്ക് ആണ്. T എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദി ബ്ലോക്ക് കേട്ടോ. അതുപോലെ വോളിയം ഓഫ് ദ സ്പിയർ ആണെന്നുണ്ടെങ്കിൽ V is equal to 4/3 pi r cube ആണ്. അപ്പം R എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് ദ സ്പിയർ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നോക്കാം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വോളിയം ഓഫ് എ സിലിണ്ടർ ആണ്. അപ്പം ആ ഇക്വേഷൻ വോളിയം ഓഫ് എ സിലിണ്ടർ ഇക്വേഷൻ എഴുതുക. V is equal to pi r square L. ടേംസ് R is equal to റേഡിയസ് ഓഫ് ദി സിലിണ്ടർ ആണ്. L എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദി സിലിണ്ടർ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ. അപ്പം നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഏതാണോ അത് മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പം സിലിണ്ടറിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോക്കിന്റെ സ്പിയറിന്റെ ഒന്നും ഇക്വേഷൻ എഴുതേണ്ട കാര്യമില്ല. ഏതാണോ ചോദിച്ചിരിക്കുന്നത് അത്രയും കാര്യങ്ങൾ എഴുതുക. അപ്പൊ തിയറിക്കകത്ത് ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് എഴുതിയിരിക്കണം. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതിയിരിക്കണം കേട്ടോ. അതുപോലെ ടോട്ടൽ റീഡിങ്. ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതിയിരിക്കണം. ഇത് ഷുവറായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. ടോട്ടൽ റീഡിങ് അത് ഇക്വേഷൻ എഴുതുക. അതുപോലെ തന്നെ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതും. വോളിയം ഓഫ് എന്താണ്? ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്ക്, സിലിണ്ടർ ആണെങ്കിൽ സിലിണ്ടർ, സ്പിയർ ആണെങ്കിൽ സ്പിയർ. അതനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തിയറിക്കകത്ത് എഴുതിയിരിക്കണം. നിർബന്ധമായിട്ടും തിയറിക്കകത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഇതിന്റെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി ടീച്ചറിനെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ടാബുലർ കോളം വരയ്ക്കാനുണ്ടെങ്കിൽ ടാബുലർ കോളം കൂടെ വരച്ച് നിങ്ങൾ ടീച്ചറിനെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പം ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് റീഡിങ്സ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യമേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് എന്ന് ഹെഡിങ് കൊടുത്തിരിക്കണം കേട്ടോ. ദെൻ പിന്നെ എഴുതുക മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ. മെയിൻ സ്കെയിൽ ഏതാണെന്നാണ് പറഞ്ഞത്? മെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞു. ഇതാണ് മെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മെയിൻ സ്കെയിലിൽ ഒരു ഡിവിഷന്റെ മാഗ്നിറ്റ്യൂഡ് ഇത് ഓരോ സെന്റിമീറ്റർ വെച്ചിട്ടാണ്. 1 2 നമുക്ക് കാണാതിരിക്കും. 1 2 3 എന്നാണ്. അപ്പൊ ഓരോ സെന്റിമീറ്റർ വെച്ചിട്ടാണ്. സെന്റിമീറ്റർ സ്കെയിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഡിവിഷൻ, മെയിൻ സ്കെയിലിൽ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എത്രയാണ്? 1 millimeter ആയിരിക്കും അല്ലെ? അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 millimeter ആണ്. ക്ലിയർ ആയല്ലോ? 1 millimeter ആണ്. സെന്റിമീറ്റർ സ്കെയിൽ ആണ്. അപ്പൊ ഒരു ഡിവിഷൻ, മെയിൻ സ്കെയിൽ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 1 millimeter ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വെർനിയർ. വെർനിയറിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു വെർനിയർ സ്കെയിൽ ഇതാണ് കേട്ടോ. ഇത് പിടിക്കുന്ന ഈ ഒരു രീതിയിലാണ് പിടിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെയാണ് വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാണാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇവിടെ കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. വെർനിയറിൽ ഇവിടെ കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ അവിടെ എത്ര ഡിവിഷൻസ് ഉണ്ട് നിങ്ങൾ നോക്കുക കേട്ടോ. എത്ര ഡിവിഷൻ ഉണ്ട്? 10 ഡിവിഷൻസ് ആണുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു കേട്ടോ. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വെർനിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് 10 ആണ്. നമ്മളിവിടെ എണ്ണി നോക്കിച്ചാൽ മതി. 10 ഡിവിഷൻ കേട്ടോ. 10 ഡിവിഷൻ ആണ് ഇവിടെ ഉള്ളത്. അത് എഴുതുക. ഇനി ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഏതാണെന്നാണ് പറഞ്ഞത്? 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വെർനിയർ. സ്മോൾ n എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വെർനിയർ ആണ്. ക്ലിയർ ആയല്ലോ? നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണ്? 1 ആണ്. 1 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ എന്ന് പറഞ്ഞാൽ 10 ആണ്. 1/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 millimeter കേട്ടോ. 0.1 millimeter. പക്ഷെ നമ്മൾ കൺവേർട്ട് ചെയ്ത് സെന്റിമീറ്ററിലേക്ക് ആക്കണം. വെർനിയർ സ്കെയിലിലെ റീഡിംഗ് എല്ലാം സെന്റിമീറ്ററിലാണ് കേട്ടോ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.01 സെന്റിമീറ്റർ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് അല്ലെങ്കിൽ റീഡിങ്സ് എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം. ഇതിന് പ്രത്യേക മാർക്ക് ഉണ്ട് കേട്ടോ. 0.01 സെന്റിമീറ്റർ ലീസ്റ്റ് കൊണ്ട്.
ക്ലിയർ ആയാലും ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? വോളിയം ഓഫ് എ സിലിണ്ടർ. ഈ സിലിണ്ടറിന്റെ വോളിയം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വോളിയം കാണാൻ ഇക്വേഷൻ നമ്മൾ കണ്ടു πr² × L എന്ന് കണ്ടു. അപ്പം L എന്ന് വെച്ചാൽ ലെങ്ത് അല്ലെ, ഈ സിലിണ്ടറിന്റെ ലെങ്ത്, ഈ ലെങ്ത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ റേഡിയസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഡയമീറ്റർ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ. നമുക്ക് ആദ്യമേ എന്ത് കണ്ടുപിടിക്കാം? ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പം ടാബുലാർ കോളം കേട്ടോ, ടാബുലാർ കോളം ഒക്കെ നല്ല നീറ്റ് ആയിട്ട് വരയ്ക്കും കേട്ടോ. ടാബുലാർ കോളത്തിൽ എന്തൊക്കെയാണ് ഡയമെൻഷൻ എഴുതിയിരിക്കുന്നത് ഞാൻ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഇവിടെ ഞാൻ എഴുതുവാണ് ലെങ്ത് ഓഫ് കേട്ടോ, ലെങ്ത് കണ്ടുപിടിക്കാണ്ട്, അതുപോലെ തന്നെ ഡയമീറ്ററും കണ്ടുപിടിക്കാനുണ്ട്. ഇവിടെ നമ്മൾ ലെങ്തും ഡയമീറ്ററും ആണ് ഇവിടെ കാണുന്നത്, സിലിണ്ടറിന്റെ ലെങ്തും ഡയമീറ്ററും. അപ്പൊ ലെങ്ത് ഓഫ് ദി സിലിണ്ടർ എന്ന് കൊടുക്കാം കേട്ടോ, ലെങ്ത് ഓഫ് ദി സിലിണ്ടർ, അതുപോലെ തന്നെ ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടർ. അപ്പൊ ഇത് രണ്ടെണ്ണമാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് സിലിണ്ടറിന്റെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ, ലെങ്ത് ഓഫ് ദി സിലിണ്ടറും ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടറും. അപ്പൊ ടാബുലാർ കോളം നോക്കുക കേട്ടോ, ട്രയൽ നമ്പർ ഉണ്ടായിരിക്കണം. ഇതൊക്കെ എഴുതണം. ടാബുലാർ കോളം ക്ലിയർ ആക്കി നീറ്റ് ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. MSR റീഡിംഗ്, MSR മെയിൻ സ്കെയിൽ റീഡിംഗ് സെന്റിമീറ്ററിലാണ് എടുക്കുന്നത്. VSR വെർനിയർ സ്കെയിൽ റീഡിംഗ്, അത് ഡിവിഷൻസ് ആണ്. വെർനിയർ സ്കെയിലിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ്. മെയിൻ സ്കെയിൽ സെന്റിമീറ്റർ ആണ്, വെർനിയർ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഡിവിഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പം അത് ഡിവിഷൻ ആണ്. പിന്നെ അടുത്ത് VSR × LC, വെർനിയർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് നമ്മളിവിടെ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ദെൻ ടോട്ടൽ റീഡിംഗ് MSR + VSR × LC, ദെൻ പിന്നെ അതിന്റെ മീൻ. ഇത്രയാണ് ടാബുലാർ കോളത്തിലുള്ളത്. അപ്പൊ ഇനി നമുക്ക് റീഡിംഗ് എടുക്കുന്ന നോക്കാം. അപ്പം ആദ്യം നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഓഫ് ദി സിലിണ്ടർ. സിലിണ്ടറിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം സിലിണ്ടർ എടുക്കുക, ഈ ജോസിന്റെ ഇടയിൽ അല്ലെ, ജോസിന്റെ ഇടയിൽ വെക്കുക കേട്ടോ. ഒക്കെ ടൈറ്റ് ചെയ്ത് നമ്മൾ പിടിക്കുക, വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ ഇവിടെ ആദ്യമേ നമ്മൾ എന്താണ് നോക്കേണ്ടത്? മെയിൻ സ്കെയിൽ റീഡിംഗ് ആണ് നോക്കേണ്ടത്. മെയിൻ സ്കെയിൽ റീഡിംഗ് നോക്കാം. മെയിൻ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ് ഇവിടെ, ഇതാണ് മെയിൻ സ്കെയിൽ. അപ്പം ഇത് നോക്കുക, വെർനിയറിലെ വെർനിയർ സ്കെയിൽ ഇവിടെ ഉണ്ട്. വെർനിയർ സ്കെയില് റീഡിങ് ശ്രദ്ധിക്കട്ടെ. വെർനിയർ സ്കെയിലിൽ ഇവിടെ ആദ്യത്തെ ലൈൻ ഈ മെയിൻ സ്കെയിൽ ഏതുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത്? ശ്രദ്ധിച്ചോളൂ കേട്ടോ, ശ്രദ്ധിച്ച് നോക്കുക. അതായത് വെർനിയർ സ്കെയിലിൽ 10 ഡിവിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ലൈൻ മെയിൻ സ്കെയിലിലെ ഏത് റീഡിങ്ങുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നോക്കുക, നമുക്കറിയാം 2ഉം ഇവിടെ 3 ആണ്. അപ്പം എന്താണ്, ഇവിടെ നോക്കുക 2 കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുക, ഇത് 2.5 ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് 2.5 ആണ്. അപ്പൊ 2.5 ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 2.5ന്റെ ഇവിടെ 2.5 കഴിഞ്ഞിട്ടുള്ള 2.5ഉം 2.6 ആണ് ഇത് കേട്ടോ. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ടാണ് ഈ വെർനിയറിലെ ആദ്യത്തെ ലൈൻ നിൽക്കുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തൊട്ട് പുറകിലുള്ള റീഡിംഗ് എടുക്കുക കേട്ടോ. അപ്പൊ എത്രയാണ്? 2.5. ക്ലിയർ ആയല്ലോ. അപ്പൊ 2.5 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ട്രയൽ നമ്പർ കൊടുക്കുക. ട്രയൽ നമ്പർ 1 കൊടുക്കുക കേട്ടോ, 1 കൊടുക്കുക. മെയിൻ സ്കെയിൽ റീഡിംഗ് നമ്മൾ എത്രയാണ്? 2.5 നമ്മൾ എഴുതി. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് VSR നോക്കണം. VSR എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കുക, ഈ വെർനിയർ, ഇതാണല്ലോ വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വെർനിയർ സ്കെയിലിലെ ഏതൊരു ലൈൻ ഈ മെയിൻ സ്കെയിലിലെ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് നിൽക്കും, ഒരുപോലെ കോയിൻസൈഡ്. നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ ഏതൊരു ഒരു ലൈൻ ഒരുപോലെ നിൽക്കും. കോയിൻസൈഡ് ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ രണ്ടും ഒരുപോലെ നിൽക്കുന്ന ലൈൻ ഏതാന്ന് നിങ്ങൾ ക്ലീൻ ആയിട്ട് നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാണും. ഏറ്റവും കൂടുതലായിട്ട് എന്താണ് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്ന ലൈൻ ഏതാന്ന് നോക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, കാണാൻ പറ്റുമായിരിക്കും. ഇത് നമ്മൾ പറഞ്ഞു, ഇത് കണ്ടല്ലോ, ഇവിടെ നോക്കുക, ഇത് കണ്ടില്ലേ, 1, 2, 3, 4, 5. ഇത് വെർനിയറിലെ 5 എന്ന് പറഞ്ഞ ഡിവിഷനാണ്. അപ്പം ആ 5 കഴിഞ്ഞിട്ട് 6, ഇത് നോക്കുക, ഈ 6 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ മെയിൻ സ്കെയിലിലെ ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. ഒരുപോലെ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് നോക്കട്ടെ. അപ്പം ഇതാണ് മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് വിചാരിച്ചു. മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. താഴെ വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഉണ്ട്. വെർനിയർ സ്കെയിൽ ഡിവിഷൻ വരുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു വെർനിയർ സ്കെയിൽ ഏതെങ്കിലും ഒരു റീഡിംഗ് ഈ മെയിൻ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് നിൽക്കും. ഏതെങ്കിലും ഒരെണ്ണം മെയിൻ സ്കെയിലുമായിട്ട് ഇങ്ങനെ കോയിൻസൈഡ് നിൽക്കും. ഇങ്ങനെ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുകയെന്ന് ചോദിച്ചു, ഒരുപോലെ നിൽക്കും. അങ്ങനെ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ VSR അല്ലെങ്കിൽ വെർനിയർ സ്കെയിൽ റീഡിംഗ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വെർനിയറിലെ ഒരു ആറാമത്തെ ഡിവിഷൻ ഈ മെയിൻ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് നിൽക്കുന്നു. അപ്പൊ ഞാൻ VSRന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 എന്ന് എഴുതുവാണ്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നോക്കുക, VSR × LC. VSR എന്ന് പറയുന്നത് 6 ആണ്. ലീസ്റ്റ് കൗണ്ട് എത്ര? 6 × 0.01 ആണ് ലീസ്റ്റ് കൗണ്ട്. അപ്പൊ നമുക്ക് വാല്യൂ എങ്ങനെ എഴുതാം?
ദാറ്റ് ഈസ് ഈക്വൽ ടു 0.06 എന്ന് എഴുതാം. 0.06 എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ. ഇനി ടോട്ടൽ റീഡിങ് എന്ന് പറഞ്ഞാൽ MSR എന്ന് പറഞ്ഞിരിക്കുന്നത് 2.5 ആണ്. പ്ലസ് VSR ഇൻറ്റു LC 0.06 എന്ന് കിട്ടി. അപ്പൊ എത്രയാണ് റീഡിങ് അവിടെ വരുന്നത്? 2. ഈസ് ഈക്വൽ ടു 2.56. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ നിങ്ങൾക്ക് ആ വാല്യൂ മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. VSR ഇൻറ്റു LC എന്ന് പറഞ്ഞാൽ 0.06. അപ്പൊ ഇതൊന്നും എഴുതേണ്ട ആവശ്യം വരുന്നില്ല, നിങ്ങൾ നേരത്തെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള. ഇനി ഇൻ കേസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതിക്കൊള്ളട്ടെ. ഇതുകൊണ്ട് തെറ്റൊന്നുമില്ല, എങ്കിലും നമ്മളിപ്പോൾ ഒരുപാട് ചെയ്തതാണ്. ഇപ്പൊ എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റീഡിങ് മാത്രം എഴുതിയാൽ മതിയായിരിക്കും. അപ്പം 0.06ഉം അതുപോലെ 2.5 പ്ലസ് 0.06 എന്നൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് ആഡ് ചെയ്തിട്ട് 2.56 ടോട്ടൽ റീഡിങ് എഴുതുക. മനസ്സിലായല്ലോ എങ്ങനെയാ റീഡിങ് എടുക്കുന്നതെന്ന്. അപ്പൊ ഇങ്ങനെ ഒരു മിനിമം ഒരു 4 റീഡിംഗ് എങ്കിലും എടുത്തിരിക്കണം കേട്ടോ. എക്സാമിന് ചെയ്യുമ്പോൾ 4 റീഡിംഗ്, 4 തൊട്ട് 6 റീഡിംഗ് വരെയാണ് എടുക്കേണ്ടത്. അപ്പം ചിലപ്പോൾ എക്സ്റ്റേണൽ എക്സാമിനേഴ്സ് പറയും ഇത്ര റീഡിംഗ് എടുക്കാൻ, അപ്പൊ അത്ര റീഡിംഗ് എടുക്കുക. അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 4 റീഡിംഗ്, 4, 5, 6 വരെ എടുക്കാം കേട്ടോ. സമയമൊക്കെ കിട്ടും, 6 റീഡിംഗ് വരെ എടുക്കാൻ സമയം കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനർ പറയുകയാണ് എത്ര റീഡിംഗ് എടുക്കാന്ന് പറയുവാണെങ്കിൽ അതനുസരിച്ച് എടുക്കുക. അപ്പൊ മിനിമം ഒരു 4 എണ്ണെങ്കിലും എടുത്തിരിക്കണം. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇനി നമ്മൾ രണ്ടാമത്തെ നോക്കാം. ഇതൊന്നുകൂടെ ലൂസ് ആക്കി വെച്ചത് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് പിടിക്കുക കേട്ടോ. ടൈറ്റ് ചെയ്ത് പിടിച്ച് നോക്കുക. അപ്പം മെയിൻ സ്കെയിൽ റീഡിങ്ങിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 2.5 തന്നെയാണ് മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വെർനിയർ സ്കെയിൽ നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ ചിലപ്പോൾ അതേ റീഡിംഗ് തന്നെയായിരിക്കും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം കേട്ടോ. അപ്പൊ ഞാനിവിടെ നല്ലോണം ടൈറ്റ് ചെയ്ത് പിടിച്ചപ്പോൾ ഏകദേശം ഒരു 5 കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 5 കേട്ടോ, 5 കോൺസ്റ്റന്റ് ഇട്ടുകൊണ്ട് 5 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതാൻ സാധിക്കും? വാല്യൂ എന്ന് വെച്ചാൽ 0.05 എന്ന് എഴുതി. ദെൻ ടോട്ടൽ റീഡിംഗ് എന്ന് വെച്ചാൽ 2.55 കേട്ടോ. ക്ലിയർ ആയിട്ട് നീറ്റാക്കി ആയിട്ട് എഴുതുക. 2.55 എന്ന് എഴുതി. ഇനി അടുത്തത് മൂന്നാമത്തെ ഇതുപോലെ ഒന്നുകൂടെ ദെൻ ലൂസ് ചെയ്യുക. ലൂസ് ചെയ്തിട്ട് ഇവിടെ പിടിക്കുക. MSR റീഡിങ് സെയിം തന്നെയാണ് കേട്ടോ. MSR റീഡിങ്ങിന് വ്യത്യാസമൊന്നും വരില്ല. 2.5 തന്നെയാണ്. VSR ഒന്നുകൂടെ നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടൊന്ന് നോക്കുക. അപ്പൊ ഇതിപ്പോ എനിക്ക് കിട്ടിയത് 6 തന്നെയാണ്. അപ്പൊ ഞാൻ 6 തന്നെ എഴുതി. നമുക്ക് 0.06 എന്ന് എഴുതി 2.56 എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ. അപ്പം ഒരു റീഡിംഗ് കൂടെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം MSR റീഡിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം തന്നെയാണ്. MSR 2.5 തന്നെയാണ്. VSR ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കും. ടൈറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു 5 തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ 5 തന്നെ എഴുതി. അപ്പം 0.05 എഴുതി. ദെൻ 2.55 എന്ന് എഴുതി. അപ്പൊ നമ്മൾ ഇനി എന്താണ് കണ്ടത്? അതിന്റെ മീൻ റീഡിങ് 2.56, 2.55, 2.56, 2.55 കേട്ടോ. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ മീൻ റീഡിങ് നമ്മൾ എടുക്കാം. മീൻ എങ്ങനെയാണ് കാണേണ്ടത്? എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ട്. ഇപ്പൊ നമ്മൾ 4 എണ്ണം അല്ലേ എടുത്തത്, അപ്പം അത് ഡിവൈഡ് ബൈ 4 ചെയ്യുക കേട്ടോ. അപ്പൊ അതിന് മീൻ വാല്യൂ കിട്ടും. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ കിട്ടുന്നത് 2.555 എന്നാണ് കേട്ടോ. 2.5 നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ഏതാണ് കിട്ടുന്ന ആ വാല്യൂ എഴുതി വെക്കുക. 2.555 എന്ന് കിട്ടി. ക്ലിയർ ആണ്. അപ്പം നമ്മളെ ലെങ്ത് ഓഫ് ദി സിലിണ്ടർ അതിന്റെ മീൻ വാല്യൂ കിട്ടി. എത്രയാണ്? 2.555 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്? ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടർ. സിലിണ്ടറിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. അപ്പൊ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഡയമീറ്റർ കേട്ടോ, ഡയമീറ്റർ കണ്ടുപിടിക്കുക. ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടർ നല്ലോണം ടൈറ്റ് ചെയ്ത് കേട്ടോ. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുക. ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് MSR റീഡിങ് നോക്കുക. ഇവിടെ MSR റീഡിങ് നോക്കിയേ, ഇത് 1 ആണ് കേട്ടോ. ഇവിടെ നോക്കുക, കാണാമെന്ന് വിശ്വസിക്കുന്നു. 1 ആണ്. അപ്പൊ 2 ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് 1.2 കേട്ടോ. 1. ഇവിടെ റീഡിങ് 1.2 കഴിഞ്ഞിട്ടാണ് 1.2ന് 3ക്ക് ഇടയ്ക്കാണ് നിൽക്കുന്നത്. അപ്പൊ അതാണ് 1.2 കേട്ടോ. 1.2 ആണ് നമ്മൾ. അപ്പൊ ഫസ്റ്റ് കേട്ടോ ആദ്യത്തെ നമ്മൾ 1.2 കേട്ടോ. 1.2 എന്ന് പറഞ്ഞാൽ എന്താണ്? MSR റീഡിങ് 1.2. ഇനി അതുപോലെ തന്നെ VSR റീഡിങ് നോക്കുക. ഏതാണ് നല്ലോണം കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത് നോക്കുക. അപ്പൊ ഇതിലിപ്പം ഏകദേശം നല്ലോണം കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു 7 കേട്ടോ. 7 7ാമത്തെ ഡിവിഷൻ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുവാണ് 7 എന്ന് എഴുതി കേട്ടോ. 7 എന്ന് എഴുതി. ഇനി അതുപോലെ തന്നെ നമ്മൾ റീഡിങ് എഴുതുക. VSR ഇൻറ്റു LC ആണ്. അപ്പൊ എത്രയാണ്? 0.07 എന്ന് വന്നു. ദെൻ ടോട്ടൽ റീഡിങ് MSR പ്ലസ് VSR ഇൻറ്റു LC. MSR എന്ന് വെച്ചിരിക്കുന്നത് 1.2 ആണ്. 1.2 പ്ലസ് 0.05 എന്ന് വരും. അപ്പൊ നമുക്ക് ആൻസർ 1.27 വരും കേട്ടോ. 1.27. ക്ലിയർ ആയല്ലോ. നമുക്ക് രണ്ടാമത്തെ നോക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. മാറ്റി വെക്കുമ്പോൾ MSR റീഡിങ്ങിന് വ്യത്യാസം ഒന്നും വരില്ല. MSR സെയിം തന്നെയായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. MSRന് വ്യത്യാസം ഒന്നും വരില്ല. VSR അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന്
ചേഞ്ച് ചെയ്യുന്നു മാത്രം കേട്ടോ. VSR ഏതാന്ന് നോക്കി വെച്ച് നിങ്ങളൊന്ന് നല്ലോണം ശ്രദ്ധിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ചേച്ച് നല്ലോണം ശ്രദ്ധിച്ചൊന്ന് നോക്കോട്ടെ. ഒരു 8 കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് അത് എഴുതാം, 8 എഴുതാം. അപ്പം VSRന്റെ വെൽസ് എന്ന് വെച്ചാൽ 0.08 ആണ്. ദെൻ 1.28 എന്ന് എഴുതി. അതുപോലെ തന്നെ മൂന്നാമത്തെ റീഡിങ് ഒന്ന് ഊരി വെച്ച് ഒന്നുകൂടി ഒന്ന് വെക്കും കേട്ടോ. MSR റീഡിങ്ങിന് വ്യത്യാസമൊന്നുമില്ല, 1.2 തന്നെയാണ്. VSR ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഇതും 7 തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ 7 തന്നെ എഴുതുവാണ്. അപ്പം 0.07 എന്ന് എഴുതി. ദെൻ 1.27 എന്നും എഴുതി. നമുക്ക് ഒരു റീഡിംഗ് ഉണ്ട്, 4 റീഡിങ് ഞാൻ പറഞ്ഞില്ല, 4 തൊട്ട് 6 റീഡിങ് വരെ എടുക്കാം. മിനിമം ഒരു 6 റീഡിങ്, മിനിമം ഒരു 4 റീഡിങ് എടുക്കാം കേട്ടോ. അപ്പം നാലാമത്തെ ദാറ്റ് ഈസ് 1.2. ഇവിടുത്തെ VSR റീഡിങ് 8 തന്നെയാണ്. അപ്പം അത് എഴുതി 0.08 എന്ന് എഴുതി 1.28. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ടോട്ടൽ റീഡിങ് 4 റീഡിങ് കിട്ടി. ഇതിന്റെ തന്നെ മീൻ വാല്യൂ നമ്മളിവിടെ എഴുതുക. പിന്നെ മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.275 എന്ന് കിട്ടും കേട്ടോ. മീൻ വാല്യൂ നമ്മൾ എടുത്തപ്പോൾ 1.275 എന്ന് എഴുതി, അതും നമ്മളിവിടെ എഴുതി. അപ്പൊ ഇങ്ങനെയാണ് റീഡിങ് എഴുതുന്നത്. ഇനി ഇതിന്റെ ബാക്കി കാൽക്കുലേഷൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ മീൻ വാല്യൂ കിട്ടി, ലെങ്ത് ഓഫ് ദി സിലിണ്ടർ. അപ്പൊ അത് വാല്യൂ നമ്മളിവിടെ എഴുതുക കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് ലെങ്ത് ഓഫ് ദി സിലിണ്ടറിന്റെ മീൻ വാല്യൂ കിട്ടി. ലെങ്ത് ഓഫ് ദി സിലിണ്ടർ നമ്മൾ എഴുതുക. ലെങ്ത് ഓഫ് ദി സിലിണ്ടർ ഈക്വൽ ടു 2.555 സെന്റിമീറ്റർ ആണ് കേട്ടോ. നമ്മുടെ വാല്യൂ എപ്പോഴും എങ്ങനെയാണ്, മീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യണം. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 2.555 ഇൻറ്റു 10⁻², സെന്റിമീറ്ററിനെ മീറ്ററിലേക്കാണ് 10⁻⁻2 മീറ്റർ എടുത്തെഴുതുക കേട്ടോ. ഇനി അതുപോലെ നമ്മൾ എന്താണ് ഡയമീറ്റർ അല്ലേ, ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടർ, ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടർ അല്ലേ, ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടർ എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.275 സെന്റിമീറ്റർ ആണ്. അതും കിട്ടിയത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.275 ഇൻറ്റു 10⁻⁻2 മീറ്റർ എന്നും എഴുതി. ക്ലിയർ ആയല്ലോ. നമുക്ക് പക്ഷെ എന്താണ് വേണ്ടത്? റേഡിയസ് ആണ് വേണ്ടത്. അപ്പൊ ഡയമീറ്റർ നമുക്ക് റേഡിയസ് ഓഫ് ദി സിലിണ്ടർ കണ്ടുപിടിക്കണം. അപ്പൊ അത് എഴുതുക കേട്ടോ. റേഡിയസ് കേട്ടോ, റേഡിയസ് ഓഫ് ദി സിലിണ്ടർ, റേഡിയസ് ഓഫ് ദി സിലിണ്ടർ സ്മോൾ r ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ നമ്മൾ ക്യാപിറ്റൽ D വെച്ച് റെപ്രസെന്റ് ചെയ്യണം, ലെങ്ത് നമ്മൾ L വെച്ച് റെപ്രസെന്റ് ചെയ്തു കേട്ടോ. അപ്പം D/2 നമ്മൾ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.275 ഇൻറ്റു 10⁻⁻2 ഡിവൈഡ് ബൈ 2. അപ്പൊ റേഡിയസിന്റെ വാല്യൂ എത്ര കിട്ടി? 0.637 കേട്ടോ. 6375 ഇൻറ്റു 10⁻⁻2 മീറ്റർ. എന്താണ് റേഡിയസ്? R കിട്ടി, റേഡിയസ് ഓഫ് ദി സിലിണ്ടർ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വോളിയം ഇല്ലേ, വോളിയം ഓഫ് ദി സിലിണ്ടർ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. വോളിയം ഓഫ് ദി സിലിണ്ടർ ഇക്വേഷൻ ഏതാണ്? ഇസ് ഈക്വൽ ടു πr² ഇൻറ്റു L അല്ലേ, πr² ഇൻറ്റു L ആണ് വോളിയം ഓഫ് ദി സിലിണ്ടർ. അപ്പൊ ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണ് കേട്ടോ. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പ് ഒക്കെ എഴുതണം, നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. ചുമ്മാ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ മാത്രം എഴുതിയാൽ പോലെ, സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പ് ഉണ്ടായിരിക്കാം. 3.14 ഇൻറ്റു റേഡിയസ് എന്ന് വെച്ചാൽ 0.6375 ഇൻറ്റു 10⁻⁻2 ആണ് അതിന്റെ ഹോൾ സ്ക്വയർ കേട്ടോ. ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ കിട്ടി 2.555 ഇൻറ്റു 10⁻⁻2. ക്ലിയർ ആയല്ലോ. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യമേ നമ്മൾ ടേംസുകളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതെല്ലാം കൂടെ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3.26 കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന 3.26 ഇൻറ്റു 10⁻, ഇവിടെ ഒരു -2 ഹോൾ സ്ക്വയർ ഉണ്ട്, -4 ആണ്, പിന്നെ -2 കൂടി ഉണ്ട്. അപ്പൊ 10⁻⁻6 എന്ന് കിട്ടും കേട്ടോ. മൈനസ്. ക്ലിയർ ആയല്ലോ. അപ്പൊ 3.26 ഇൻറ്റു 10⁻⁻6 ഇതാണ് വോളിയം ആണ്. അപ്പം മീറ്റർ ക്യൂബ് കേട്ടോ. എല്ലാ റീഡിങ്ങും മീറ്ററിലാണ്. അപ്പം വോളിയം കണ്ടുപിടിക്കുമ്പോൾ മീറ്റർ ക്യൂബ് എന്ന് വരും കേട്ടോ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പൊ വോളിയം ഓഫ് ദി സിലിണ്ടർ നമുക്ക് കിട്ടി. ഇതാണ് 3.26 ഇൻറ്റു 10⁻⁻6 മീറ്റർ ക്യൂബ്. റീഡിങ് എല്ലാം മീറ്ററിലാണ്. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ നേരത്തെ മീറ്ററിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്തത് അല്ലേ. അപ്പൊ 3.26 ഇൻറ്റു 10⁻, പവർ കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. പവർ 10⁻⁻6 കേട്ടോ. ആ പവറൊക്കെ മാറിപ്പോ -2 -4 അല്ലെങ്കിൽ -5 എന്നൊക്കെ മാറിപ്പോയാൽ എല്ലാം തെറ്റാണ് കേട്ടോ. പവർ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ 10⁻⁻4 വരും. ദെൻ പിന്നെ ഇവിടെ 10⁻⁻2 കൂടെ ഉണ്ട്. അങ്ങനെയാണ് 10⁻�6 വരുന്നത്. ദെൻ വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പം വോളിയം ഓഫ് ദി സിലിണ്ടർ 3.26 ഇൻറ്റു 10⁻⁻6 മീറ്റർ ക്യൂബ് നമുക്ക്
റിസൾട്ട് കിട്ടി. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടം വരെ ചെയ്ത് വെച്ചിട്ട് പേപ്പർ കൊണ്ട് എക്സാമിനറെ കൊടുക്കും. ഇങ്ങനെയാണോ വേണ്ടത്? അല്ല, റിസൾട്ട് എടുത്ത് എഴുതണം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, എയിം എന്താണ്? അത് നമ്മൾ റിസൾട്ട് ഹെഡിങ് കൊടുത്തിട്ട് റിസൾട്ട് എഴുതണം. എന്താണ്? വോളിയം അല്ലെ, വോളിയം ഓഫ് ദി ഗിവൺ സിലിണ്ടർ, വോളിയം ഓഫ് ദി ഗിവൺ സിലിണ്ടർ. ഇത്രയാണ് എഴുതണം കേട്ടോ. 3.26 × 10⁻⁻6 മീറ്റർ ക്യൂബ് എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് വേണം പേപ്പർ കൊണ്ടേ കൊടുക്കാൻ. ഇത്രയും എഴുതി കഴിഞ്ഞാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഈ റിസൾട്ട് എടുത്ത് എഴുതിയില്ല എന്ന് റിസൾട്ടിന് 2 മാർക്ക് എന്തുകൊണ്ട്? റിസൾട്ട് എടുത്ത് എഴുതിയില്ല എങ്കിൽ, അപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടം വരെ ചെയ്ത് വെച്ചിട്ട് പേപ്പർ കൊണ്ടേ കൊടുക്കും കേട്ടോ. അതായത് ഇവിടം വരെ ആൻസർ കിട്ടി, ഓക്കെ. പക്ഷെ റിസൾട്ട് എടുത്ത് എഴുതണം. റിസൾട്ട് എടുത്ത് എഴുതുന്നതിന് മാർക്കുണ്ട്, പവറിന് മാർക്കുണ്ട്, യൂണിറ്റ് എഴുതുന്നതിന് മാർക്കുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുക. അപ്പം ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വോളിയം ഓഫ് ദി സിലിണ്ടർ വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ച് ചെയ്യുക. മിനിമം ഒരു 4 റീഡിംഗ് എടുക്കുക. 4 തൊട്ട് 6 റീഡിംഗ് വരെ എടുക്കാം. ചിലപ്പോൾ ടീച്ചർ പറയും എത്രയാണ് റീഡിംഗ് എടുക്കേണ്ടതെന്ന് പറയും. അതനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. ഈ ഒരു എക്സ്പെരിമെന്റും കാൽക്കുലേഷനും ഒക്കെ നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ബ്ലോക്കും സ്പിയറും സിലിണ്ടറിനാണ് സാധാരണയായിട്ട് ചോദിച്ചു കാണുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ബ്ലോക്കിന്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പം എല്ലാവരും നല്ലോണം പഠിക്കുക. സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും നന്ദി, നമസ്കാരം, താങ്ക്